കായംകുളം എസ്.എൻ. വിദ്യാപീഠത്തിൽ വായനാ ദിനാഘോഷം നടത്തി. എസ്.എൻ. സാംസ്കാരിക സമിതി പ്രസിഡന്റും സ്കൂൾ മാനേജരും കവിയും സാഹിത്യ നിരൂപകനുമായ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ക്ലാപ്പന ഉദ്ഘാടനം ചെയ്തു. കായംകുളം എസ്.എൻ. വിദ്യാപീഠത്തിൽ വായനാ ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. എസ്.എൻ. സാംസ്കാരിക സമിതി പ്രസിഡന്റും സ്കൂൾ മാനേജരും കവിയും സാഹിത്യ നിരൂപകനുമായ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ക്ലാപ്പന ഉദ്ഘാടനം നിർവഹിച്ചു. ഇതേ തുടർന്ന് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും നയിച്ചു. വായിക്കാതെ നമുക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മളൊക്കെ ഈ ജീവിതത്തിൽ ഇത്രയൊക്കെ എത്തിപ്പെട്ടത് വായന കൊണ്ട് മാത്രമാണ്. നഴ്സറി ക്ലാസ് മുതൽ മുകളിലുള്ള ക്ലാസ്സുകളിലേക്ക് വിജയിച്ച് കയറിയത് വായന ഒന്നുകൊണ്ട് മാത്രമാണ്. വായിക്കാതിരുന്നുവെങ്കിൽ ഒരു ചോദ്യത്തിനും നിങ്ങൾക്ക് ആർക്കും ഉത്തരം എഴുതാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് വായനയാണ് നിങ്ങളെ വളർത്തിയത് എന്നുള്ളത് വളരെ പരമമായ ഒരു സത്യമായിട്ട് അവശേഷിക്കുകയാണ്. വായനയില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണം, നമ്മുടെ സമൃദ്ധിക്ക് കാരണം, നമ്മുടെ അഭിവൃദ്ധിക്ക് ഒക്കെ കാരണം വായന മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വായന സാധാരണഗതിയിൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ എപ്പോഴാണ് വായിക്കുന്നത് എന്നോട് ചോദിച്ചാൽ, എനിക്ക് വായിക്കാൻ തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ വായിക്കുന്നത്. അത് എപ്പോഴുമാകാം, അതൊരു യാത്രയിലാകാം, അതൊരു സമ്മേളനത്തിൻ്റെ മധ്യത്തിലാകാം, അത് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപാകാം. അതൊക്കെ വ്യക്തിപരമാണ്. ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡും അനുസരിച്ചാണ് നമ്മൾ വായിക്കുന്നത്. എന്ത് വായിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. എൻ്റെ അഭിരുചി ആയിരിക്കണമെന്നില്ല ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റിൻ്റെത്. അനിദാസത്തിൻ്റെയും പുഷ്പകുമാരിയുടെയും താല്പര്യം വേറെ ആയിരിക്കാം. ഞാനൊരു പക്ഷേ യാത്രാവിവരണം വായിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് വായിക്കുന്ന നോവലായിരിക്കാം, അനിതയും പുഷ്പകുമാരിയും വായിക്കുന്ന ഒരു പക്ഷേ കവിതയായിരിക്കാം, നിങ്ങൾ വായിക്കുന്ന ഒരു പക്ഷേ കുട്ടിക്കഥകളായിരിക്കാം. ആ തരത്തിൽ അഭിരുചികൾ വ്യത്യസ്തമാണ്. എങ്കിലും നമ്മളൊക്കെ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ ഒരു പക്ഷേ വായിച്ചിട്ടുള്ളവരാവാം. ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി, ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരുപാട് മഹാത്മാക്കൾ നമുക്കുണ്ട്. അതിലൊരാളായിരുന്നു ഭഗത് സിംഗ്. കേട്ടിട്ടുണ്ടാവും, ഭഗത് സിംഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഭഗത് സിംഗ് അല്പം രക്തരൂക്ഷിതമായ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാം എന്ന് ഉള്ള അഭിനിവേശവുമായി നടന്ന ഒരാളാണ്. അന്നത്തെ ചെറുപ്പക്കാരുടെ ഒക്കെ അഭിനിവേശം അതായിരുന്നു. രക്തം ചിന്തിയാലും വേണ്ടിയില്ല, ഭാരതാംബയെ ഭാരതത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ഒക്കെ ആഗ്രഹം. സ്കൂൾ പ്രിൻസിപ്പൽ കെ.ആർ. വിശംഭരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ആക്ടിവിറ്റി കലണ്ടറിന്റെ പ്രകാശനവും നടന്നു. സാംസ്കാരിക സമിതി വൈസ് പ്രസിഡന്റ് വി ശശിധരൻ, കമ്മിറ്റി അംഗങ്ങളായ കെ പുഷ്പദാസ്, കെ ഉപേന്ദ്രൻ, ടി പുഷ്പകുമാരി, അനിത സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. നഴ്സറി LP വിഭാഗം വിദ്യാർത്ഥികൾ വായനയുമായി ബന്ധപ്പെട്ട വിവിധ പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. CDNet ന്യൂസ്, കായംകുളം.